പെരുമണ്ണയിൽ ചാലിയാർ ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുറ്റേക്കടവിൽ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആശങ്ക. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുഴത്തീരത്ത് നിക്ഷേപിച്ചിരുന്ന കരിങ്കല്ലുകൾ പുഴയെടുത്തതോടെയാണ് ആശങ്ക ഉയർന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ വിഷയത്തിൽ കൂടുതൽ പഠനം നടത്തിയ ശേഷമേ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കൂ എന്നാണ് പറഞ്ഞത്. റിപ്പോർട്ടിലേക്ക്. ചാലിയാർ ഇക്കോ ടൂറിസം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി തീരത്ത് നിക്ഷേപിച്ച പാറക്കല്ലുകൾ പുഴയെടുത്തു. പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിലെ വെള്ളായിക്കോട് പുറ്റേക്കടവിലാണ് ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെ ചാലിയാർ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത്. നവംബർ 22-ന് പ്രവൃത്തി ഉദ്ഘാടനവും നടത്തിയിരുന്നു. തുടർന്നാണ് ലോഡ് കണക്കിന് കരിങ്കല്ലുകൾ പുഴത്തീരത്ത് നിക്ഷേപിച്ചത്. എന്നാൽ ദിവസങ്ങൾക്കകം വലിയ ശബ്ദത്തോടെ കല്ലുകൾ പുഴയിലേക്ക് താഴ്ന്നുപോയി. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു. വലിയ ശബ്ദത്തോടെയാണ് കല്ലുകൾ താഴ്ന്നുപോയതെന്നും കയമുള്ള ഭാഗം വരെ നുരയും പതയും ഉയർന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. വീഡിയോ അമർത്തില്ലേ? ഇതോടെ പദ്ധതിയുടെ സുരക്ഷയെക്കുറിച്ചാണ് ആശങ്ക ഉയർന്നത്. ചാലിയാറിലെ ഏറെ താഴ്ചയുള്ള വല്യാമ്പ്ര കയം ഭാഗമാണ് പദ്ധതിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് പുഴയുടെ അടിത്തട്ട് കയമുള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് കിടക്കുന്നതെന്നും തോണികൾ പോലും താഴ്ന്നാൽ കയത്തിൽ എത്തുന്ന പതിവാണുള്ളതെന്നും പ്രദേശത്തുകാർ വ്യക്തമാക്കി. കരിങ്കല്ലുകൾ പുഴയെടുത്തതോടെ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചു. സ്ഥലത്തെക്കുറിച്ച് ആവശ്യമായ പരിശോധനകൾ നടത്തിയിരുന്നെങ്കിലും ലോഡ് കണക്കിന് കല്ലുകൾ പുഴയിലേക്ക് താഴ്ന്നുപോയ സാഹചര്യത്തിൽ പ്രവർത്തികൾ നിർത്തിവച്ചിരിക്കുകയാണെന്നും കൂടുതൽ പഠനങ്ങൾ നടത്തിയ ശേഷമേ തീരുമാനമെടുക്കൂ എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ UK ഗിരീഷ് കുമാർ, നിഖിൽ PP, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C അജയൻ, ഓവർസിയർ ലിജാസ് MK തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് പരിശോധനയ്ക്കെത്തിയത്. അതേസമയം ചാലിയാർ പുഴ സർവേയിൽ സർക്കാരിൻ്റെതെന്ന് കണ്ടെത്തിയ വെള്ളായിക്കോട് വള്ളിയോട്ടിൽ പുഴയോട് ചേർന്നുള്ള ചാലിയാർ തീരത്തെ 75ഓളം സെന്റ് സ്ഥലം ഇതിനായി ഉപയോഗപ്പെടുത്താനാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ പ്രസ്തുത സ്ഥലം സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ചിരിക്കുകയാണെന്നും നാട്ടുകാർ ആരോപിച്ചു.